ദിനംപ്രതി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന പ്രസ്താവനകൾ ലോകത്തെ ആശങ്കയിലാഴ്ത്തുന്നു. ഇറാനെതിരായ സൈനിക നടപടി കൂടുതലായി വ്യാപിപ്പിക്കും എന്ന ഭീഷണിയാണ് ഇപ്പോൾ ട്രംപ് മുഴക്കിയിരിക്കുന്നത്. ചർച്ചകളും ധാരണകൾക്കും ഇറാൻ വഴങ്ങിയില്ല എങ്കിൽ പ്രൊജക്ട് ഫ്രീഡം ഉൾപ്പെടെയുള്ള സൈനിക നടപടി കൂടുതൽ വ്യാപിപ്പിക്കും എന്നതാണ് ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പായി തന്നെ പുറത്തുവരുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് അമേരിക്കയുടെ കടുത്ത നിലപാട് വീണ്ടും ആശങ്ക ഉയർത്തുന്നത്. അതേസമയം അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾ അടുത്തയാഴ്ച ഇസ്ലാമാബാദിൽ പുനരാരംഭിക്കാനിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകളും നിലപാടുകളും അനുസരിച്ചായിരിക്കും ചർച്ചകളുടെ ഭാവി ഇവിടെ തീരുമാനമെടുക്കുക. ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും പൊട്ടിപ്പുറപ്പെട്ട സൈനിക സംഘർഷം സമാധാന ചർച്ചയ്ക്ക് വലിയ തിരിച്ചടിയായേക്കാനും സാധ്യതയുണ്ട്. സമാധാന കരാറിൽ എത്താൻ തൊട്ടു മുൻപ്, അതായത് ആ ഒരു സമാധാന കരാറിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപാണ് ആക്രമണം നടന്നതെന്നതാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി കടുത്ത ഭാഷയിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മറുവശത്ത് സംഘർഷ സാധ്യതകൾ പൂർണ്ണമായി തന്നെ ഒഴിവാക്കാനാകില്ല എന്ന വിലയിരുത്തലാണ് ഇവിടെ എടുത്ത് സൂചിപ്പിക്കുന്നത്. വീണ്ടും യുദ്ധം ആരംഭിച്ചാൽ വെറും 24 മണിക്കൂറിനകം തന്നെ ഇറാന്റെ ഊർജ്ജസ്വലമായ ആ ഒരു ശൃംഖല തകർക്കാൻ തങ്ങൾ സജ്ജമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഹോർമൂസിലെ പ്രതിസന്ധിയിൽ റഷ്യ സജീവമായി തന്നെ ഇടപെട്ട് തുടങ്ങിയതായും ഇവിടെ വിലയിരുത്തുന്നു. വിവിധ രാജ്യങ്ങളുമായി തന്നെ റഷ്യൻ വിദേശകാര്യമന്ത്രി സംസാരിക്കുകയും മെയ് 14, 15 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിൽ എത്തുമെന്നും അതിനിടെ തന്നെ ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർഗ് ദ്വീപിന് ചുറ്റും എണ്ണ അത് പരത്തുന്നതിന് സമാനമായ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഇവിടെ പുറത്തുവിട്ടതായും സൂചനകൾ ഇവിടെ എടുത്തു സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല, സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴേക്കും ഹോർമുസ് കടലിടുക്കിൽ യുഎസും ഇറാനും തമ്മിൽ വൻ സൈനിക ഏറ്റുമുട്ടൽ നടന്നതായാണ് റിപ്പോർട്ടുകൾ. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ടാങ്കറുകൾക്ക് നേരെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയെന്നതാണ് ഇറാന്റെ ആരോപണം. ഇറാനിലെ ഗോർഷിയം തുറമുഖത്തും ബദർ അബ്ബാസ് മേഖലയിലും സ്ഫോടന ശബ്ദങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും ഉണ്ടായതായി തന്നെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന് പിന്നാലെ തന്നെ ഇറാൻ സൈന്യവും തിരിച്ചടിച്ചതായിട്ടാണ് വിവരം. 2 ഡ്രോണുകൾ ഇറാൻ സൈന്യം വെടിവെച്ച് തകർത്തുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ നിർണായക അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. അമേരിക്കയുടെ 3 നാവിക ഡിസ്ട്രോയറുകൾ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി തന്നെ കടന്നുപോയി എന്നും അമേരിക്കയിലേക്ക് എത്തിയ ഇറാൻ കപ്പലുകൾ പൂർണ്ണമായും തന്നെ തകർത്ത് തരിപ്പണമാക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്ന ഒരു അവകാശവാദം കൂടെയാണ് ഇവിടെ ട്രംപ് ഉന്നയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.